നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. 3 ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു വർഷത്തിനിടയിൽ എത്തിയത് 66 ലക്ഷം രൂപയാണ്. 3 പേരുടെയും 2024 ജൂലൈ മുതലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് വിശദമായി പരിശോധിച്ചു. കൃഷ്ണകുമാറിനെതിരായ പരാതിയിൽ മൊഴി രേഖപ്പെടുത്താൻ സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടും 2 വനിതാ ജീവനക്കാർ അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ല. കുറ്റസമ്മതം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഇവർ മറ്റെവിടേക്കോ മാറിയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലാണ് പോലീസ്. ഡാൻ കുര്യൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാൻ, വളരെ നിർണായകമായ വഴിത്തിരിവിലേക്കാണ് ഈ കേസ് എത്തി നിൽക്കുന്നത്. ഈ യുവതികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 66 ലക്ഷം രൂപ എത്തിയിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ തട്ടിപ്പ് എങ്ങനെ നടത്തി എന്നത് മാത്രം തെളിഞ്ഞാൽ മതി. പക്ഷേ ഈ ഘട്ടത്തിൽ യുവതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിലടക്കം മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുമ്പോൾ ഇവർ ഒളിവിലേക്ക് മാറിയിരിക്കുന്നു എന്ന വിവരങ്ങളാണോ പുറത്തുവരുന്നത്? ആര്യ, കൃഷ്ണകുമാറിനെയും ദിയയെയും ഉൾപ്പെടെ അവരുടെ കുടുംബത്തെ മുഴുവൻ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ ഒരു കേസിലാണ് വിവാദങ്ങൾക്കൊടുവിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് പോലീസിന്റെ അന്വേഷണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് വലിയതുറയിലാണ്, തിരുവനന്തപുരം വലിയതുറയിലാണ്. വലിയതുറ സ്വദേശികളായ 3 വനിതകൾക്കെതിരെയാണ്, അതായത് ഈ ദിയയുടെ കവടിയാറിലെ ബൊട്ടിക്കിൽ ജീവനക്കാരായിരുന്ന 3 വനിതകൾക്കെതിരെയായിരുന്നു ഈ കേസ്. വിനീത, ദിവ്യ, രാധാകുമാരി, ഇങ്ങനെ 3 പേർക്കെതിരെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നത്. ഇവരുടെ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ വലിയതുറയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ നിന്ന് പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നു. തുടർന്ന് ഈ സ്ഥാപനത്തിന്റെ പേരൂർക്കടയിലുള്ള ബാങ്കിലെ വിശദാംശങ്ങളും പോലീസ് വിശദമായി പരിശോധിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ 66 ലക്ഷം രൂപ കഴിഞ്ഞ 2024 ജൂലൈ മാസത്തിനും ഈ വിവാദങ്ങൾ ഉണ്ടായതിനും ഇടയിൽ 3 പേരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ പ്രായോഗികമായി ഒരു പ്രശ്നമുള്ളത്, ഇവർക്ക് 3 പേർക്കും നൽകിയിരുന്ന മാസ ശമ്പളവും ഇതേ അക്കൌണ്ടുകളിലേക്കാണ് എത്തിയത് എന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ QR കോഡ് മാറ്റി സ്വന്തം അക്കൌണ്ടിലേക്ക് സ്ഥാപനത്തിൽ നിന്ന് 3 പേരും എത്ര തുക വീതം തട്ടിയെടുത്തിട്ടുണ്ട് എന്നറിയാൻ സമഗ്രമായ പരിശോധന വേണം. പക്ഷേ ഇത്രയും ഭീമമായ ഒരു തുക 3 പേരുടെയും ബാങ്ക് അക്കൌണ്ടുകളിലേക്ക്, അത് വളരെ സാധാരണ ജീവിതം നയിക്കുന്ന സാധാരണ കുടുംബങ്ങളിൽപ്പെട്ടവരാണ് ഈ 3 പേർ, അവരുടെ അക്കൌണ്ടിലേക്ക് ഈ 66 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുക എന്ന് പറയുന്നത് തന്നെ ഈ കേസിൽ പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. അതിനിടയിലാണ് വലിയതുറയിൽ ഈ 2 പേര്, അതായത് ഈ 3 പേരിൽ ഒരാളിൽ നിന്ന് പോലീസ് കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തിരുന്നു. പക്ഷേ കൃഷ്ണകുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി, ജാതി പരാമർശം നടത്തി, അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ പരാമർശങ്ങളാണ്, ആരോപണങ്ങളാണ് കൃഷ്ണകുമാറിനും ദിയയ്ക്കുമെതിരെ മൂവരും ഉന്നയിച്ചത്. അതിൽ മൊഴിയെടുക്കുന്നതിന് വേണ്ടി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും 2 പേർ മൌനം തുടരുകയായിരുന്നു. അങ്ങനെയാണ് അവരെ തേടി പോലീസ് സംഘം കഴിഞ്ഞ ദിവസം വലിയതുറയിലുള്ള അവരുടെ വീടുകളിലെത്തിയത്. പക്ഷേ അപ്പോഴും അവർ സ്ഥലത്തുണ്ടായിരുന്നില്ല. പിന്നീട് മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴും യാതൊരു പ്രതികരണവുമില്ല. പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇവർ മുങ്ങിയതായിരിക്കാമെന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസും എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഈ 3 പേർ, ഈ 3 യുവതികൾ, ഈ 3 ജീവനക്കാർ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. തുടർ നീക്കങ്ങളുടെ ഭാഗമായി അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നു. അതോടൊപ്പം ഏതുവിധേനയും അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ സംഭവത്തിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുമെന്നൊരു നിഗമനത്തിലാണ് പോലീസ്. അതോടൊപ്പം കൃഷ്ണകുമാർ ആദ്യം മുതൽ ആരോപിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, ഇതിനു പിന്നിൽ ഈ 3 പേർക്കും പുറമെ മറ്റൊരാൾ കൂടി ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ട്, അതുകൊണ്ടാണ് 3 പേരും ഒരേപോലെ സംസാരിക്കുന്നത് എന്നൊക്കെയായിരുന്നു. ദിയ ഉൾപ്പെടെ അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അതിലേക്ക് വെളിച്ചം വീശുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതിനാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. ആ വഴിയിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണം നീളുകയാണ്. ഡാൻ, ഇവർ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം, ദിയ ആവശ്യപ്പെട്ടിട്ടാണ് തങ്ങളുടെ QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പണം എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഈ GST വെട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇത്തരത്തിൽ ടാക്സ് അടയ്ക്കാൻ മടിയുള്ളതുകൊണ്ട് ഈ പേയ്മെന്റുകൾ സ്വന്തം ഈ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് എടുത്തുകൊള്ളാനും അത് പിന്നീട് നൽകിയാൽ മതി എന്ന് ദിയ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിയത് എന്നൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഈ യുവതികളും ഉന്നയിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ പാടെ തള്ളുന്നുണ്ടോ ഈ ഘട്ടത്തിൽ പോലീസ്?
ഈ വാദങ്ങളുടെ മുനിയൊടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഇവർ ഈ ആരോപണം മുമ്പോട്ട് വെക്കുമ്പോഴും ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ GST ഉൾപ്പെടെയുള്ള നികുതി വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ പണം എത്തിയത് എന്ന ആരോപണമായിരുന്നു അവർ ഉന്നയിച്ചത്. അതിനുശേഷം പിന്നീട് അത് ദിയയ്ക്ക് CCTV ക്യാമറകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് പണം കൈമാറി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പണം കൈമാറുന്നതിന് വേണ്ടി ഈ തുക വിഡ്രോ ചെയ്തതിന്റെ സ്റ്റേറ്റ്മെന്റ് പോലീസ് കണ്ടെത്തട്ടെ എന്നായിരുന്നു ദിയ ഉൾപ്പെടെ ആദ്യം മുതൽ ഉന്നയിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താൻ ദൌർഭാഗ്യവശാൽ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഈ പണം നികുതി വെട്ടിക്കുന്നതിന് വേണ്ടി ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വകമാറ്റുകയായിരുന്നുവെന്ന് ഈ ആരോപണ വിധേയർ മുമ്പോട്ട് വെച്ച വാദം പൊളിച്ചടുക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. നടൻ കൃഷ്ണകുമാറിന്റെയും മകൾ ദിയാകൃഷ്ണയുടെയും സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരു നിർണായക വഴിത്തിരിവിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. 3 ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 66 ലക്ഷം രൂപ എത്തിയതിന്റെ രേഖകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവരിൽ 2 പേർ, 3 യുവതികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ ഇപ്പോൾ അവരുടെ വീടുകളിലോ മറ്റോ ഇല്ല എന്നുള്ള നിഗമനത്തിൽ, ഒരുപക്ഷെ ഒളിവിൽ പോയിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിലേക്ക് കൂടി പോലീസ് ഈ ഘട്ടത്തിൽ എത്തുന്നു എന്നുള്ളതാണ്.